ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന കടലദോശയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ദോശ തയ്യാറാക്കാനായിട്ട്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നമ്മൾ കറിക്ക് വെക്കുന്ന കടലയുണ്ടല്ലോ, അത് ഒരു 10 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ്. ഞാനിവിടെ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ടോട്ടൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശയ്ക്ക് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. 1/2 അവറിന് ശേഷം മാവ് ഇത് നല്ലപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളിതിലോട്ട് റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മാവ് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തവ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി മാവ് എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കാം. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. പെട്ടെന്ന് തന്നെ ഈ ഒരു ദോശ കുക്കായിട്ട് കിട്ടും. ദോശ ഇതുപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോഴത്തെ ദോശ നല്ലപോലെ മൊരിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതാ രുചികരമായിട്ടുള്ള കടലദോശ റെഡി. ഈ ഒരു ദോശ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ക്രിസ്പ്നെസ്സോടെ കഴിക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്കിത് ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റ്നെസ്സോടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ദോശയും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കടലദോശ ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ കടലദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു കടലദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ലേ. ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. എനിക്ക് ഈ ഒരു ദോശ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് റെഡ് ചില്ലി ചമ്മന്തിക്കൊപ്പമാണ്. പിന്നെ ചട്നിക്കൊപ്പവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കൊപ്പവും ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ എത്ര സമയം ഇരുന്നാലും ഹാർഡായി പോകാതെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ദോശ കൂടിയാണിത്. ഇതുപോലെയുള്ള വെറൈറ്റി ദോശകളുടെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടലദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.